ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഏതൊക്കെ പാഠം പഠിച്ചു കഴിഞ്ഞു? 2 പാഠം പഠിച്ചു കഴിഞ്ഞു ഇല്ലേ? ഏതൊക്കെയാ? മഴവില്ലാണോ നിന്നമ്മ. പിന്നത്തെ പാഠം ഏതായിരുന്നു? ഒരു കഥയാണ്, തെന്നാലിരാമന്റെ കഥ. പാഠത്തിന്റെ പേരെന്താ? തെന്നാലിരാമന്റെ മാന്ത്രിക വിദ്യ. ആ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായി അല്ലേ? ബുദ്ധിമാനായ തെന്നാലിരാമന്റെ കഥയായിരുന്നു അത് അല്ലേ? ഒരു മാന്ത്രികനെ പറ്റിക്കുന്ന കഥ. മാന്ത്രികൻ താൻ മാത്രമാണ് ഏറ്റവും കഴിവുള്ളവനെന്ന് കാണിച്ചപ്പോൾ ബുദ്ധിശക്തി കൊണ്ട് തെന്നാലിരാമനെ കവച്ചു വെട്ടാനായി ആരുമില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ കഥ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓണത്തെ സംബന്ധിക്കുന്ന ഒരു പാഠാണ്. മാമിന്റെ കയ്യിൽ കണ്ട കുറേ പൂക്കളൊക്കെ കണ്ട? എത്ര പൂക്കളല്ലേ മാമിന്റെ കയ്യില്? ഈ പൂക്കൾ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുക? ഈ പൂവ് കണ്ടപ്പോ നമുക്ക് ഓർമ്മ വന്നാ? ഓണക്കാലം ഓർമ്മ വന്നാ? പൂക്കളിടുന്നത് ഓർമ്മ വന്നു അല്ലേ? നിങ്ങൾ വീട്ടിൽ പൂക്കളിടാറില്ലേ? എന്നാ പൂക്കളിടുക? ഓണത്തിന് അല്ലേ? ഓണത്തിന് പൂക്കളം ഇടും. പിന്നെ ഓണത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും ഒന്ന് പറഞ്ഞു തന്നെ. ഓണസദ്യ, ഓണക്കോടി. ഓണത്തിന് പലതരം കളികളുണ്ട്. തുമ്പിതുള്ളൽ, തിരുവാതിരക്കളി, വീട്ടിൽ ഊഞ്ഞാലി കെട്ടിയാടും ഇല്ലേ? എല്ലാവരും ഒത്തുകൂടുന്ന ഒരു ആഘോഷമാണ് ഓണം. കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം. എല്ലാ മതക്കാരും ഒന്നു ചേർന്നാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് അല്ലേ? ഓണം എല്ലാവർക്കും സന്തോഷമുള്ളതാണ് ഇല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമല്ലേ ഓണത്തിന്? അപ്പോ ഓണത്തെ സംബന്ധിക്കുന്ന ഒരു പാഠമാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. പാഠത്തിന്റെ പേര് മാവേലി നാടു വാണിടും കാലം. ഒന്നുകൂടി പറഞ്ഞുതരാം. മാവേലി നാടു വാണിടും കാലം. മഹാബലി കേരളം ഭരിച്ചിരുന്ന കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് ആ പാഠഭാഗത്ത് പറയുന്നത്. ഒരു കവിതയാണ്, മനോഹരമായൊരു കവിതയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കവിതയാണ്. ആരാണ് ഈ മഹാബലി? അതിനെക്കുറിച്ചൊരു ഐതിഹ്യമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മാം ഇന്ന് ആ ഐതിഹ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. കേരളം ഭരിച്ചിരുന്ന മഹാനായ ഒരു രാജാവാണ് മഹാബലി. മഹാബലി ആണെങ്കിലോ ഭയങ്കര നീതിമാനാണ്, ദാനശീലനാണ്. എല്ലാവർക്കും ദാനം കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ജനങ്ങളെ അതിലേറെ സ്നേഹമാണ്. അപ്പോൾ ദേവന്മാർക്ക് പോലും അസൂയ ഉണ്ടാക്കി. കാരണം എന്താണ്? ദേവന്മാരെ ആരും പ്രാർത്ഥിക്കുന്നില്ല. ദേവന്മാരെക്കാളും ജനങ്ങൾക്ക് ഇഷ്ടം ആരോടാണ്? മഹാബലിയോടാണ്. നാട്ടിലെന്തെങ്കിലും വിഷമോ ബുദ്ധിമുട്ടോ ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ ദൈവത്തെ പ്രാർത്ഥിക്കണം അധികമായിട്ട്. പക്ഷേ ഇവിടെ മഹാബലിയാണ് എല്ലാവർക്കും ആശ്രയിക്കും. മഹാബലിയോട് പറഞ്ഞാൽ എല്ലാ കാര്യവും സാധിക്കുമെന്നായ രീതിയിലായി. അങ്ങനെ ഇരിക്കുമ്പോൾ ദേവന്മാരെ ദേവേന്ദ്രന്റെ അടുത്ത് ചെന്നിട്ട്, മഹാവിഷ്ണുവിന്റെ അടുത്ത് ചെന്നിട്ട് പറയാണ്. ദേവേന്ദ്രനും മറ്റു ദേവന്മാരും കൂടിയിട്ട് മഹാവിഷ്ണുവിന്റെ അടുത്ത് സങ്കടം പറയാണ്. ഞങ്ങളെ ആർക്കും വേണ്ടാതായിരിക്കുന്നു. അതിലും വലിയ സ്ഥാനമാണ് ജനങ്ങൾ ആർക്ക് നൽകുന്നത്? മഹാബലിക്ക് നൽകുന്നത്. അങ്ങനെ മഹാബലി വലിയവനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ശരിയാണോ? ഞങ്ങളുടെ സ്ഥാനം ഇവിടെ ഇല്ലാതായി തീരുമോ? അങ്ങ് ഞങ്ങളെ സഹായിക്കണം. അപ്പോൾ മഹാവിഷ്ണു അവനെ സഹായിക്കാമെന്ന് ഏൽക്കുന്നു. അങ്ങനെ മഹാവിഷ്ണു ഒരു വാമനന്റെ രൂപത്തിൽ ഭൂമിയിലേക്ക് വരുന്നു. അങ്ങനെ മഹാബലിയുടെ അടുത്തും വന്നു. ഒരു സാധാരണ ബാലൻ, ഒരു ചെറിയ ബ്രാഹ്മണനായൊരു ബാലൻ. ബ്രാഹ്മണനായ ബാലൻ വന്ന് മഹാബലിയെ കാണുന്നു. മഹാബലിയോട് പറയാണ്, എനിക്ക് തപസ് ചെയ്യാനായിട്ട് 3 അടി മണ്ണ് വേണം. എനിക്ക് കുറച്ച് ദാനം ചെയ്യാനായിട്ടും കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനായിട്ട് എനിക്ക് എന്ത് ചെയ്യണം? എൻ്റെ പൂജാ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് തീരെ സ്ഥലമൊന്നുമില്ല. അങ്ങനെ എനിക്ക് 3 അടി മണ്ണ് എനിക്ക് തരണം. അപ്പോൾ മഹാബലി വിചാരിക്കണം, എനിക്ക് ഇത്രയധികം സ്ഥലം ഉണ്ടല്ലോ, ഒരു 3 അടി മണ്ണ് കൊടുക്കണോണ്ട് ഇപ്പം എന്താ ബുദ്ധിമുട്ട്? അതേ ശരി, 3 അടി മണ്ണ് തരാം. അപ്പോൾ ബാലൻ പറയും, ഞാൻ എൻ്റെ കാലുകൊണ്ട് അളന്നെടുത്തോളാം. മഹാബലി അതിനും സമ്മതിക്കും. അപ്പോൾ ഈ വാമനൻ 3 അടി മണ്ണ് അളന്നെടുക്കാനായി ശ്രമിക്കുന്നു. അളന്നെടുക്കാൻ തുടങ്ങുന്ന സമയത്തോ വലിയ രൂപമായി, നമ്മളിപ്പോ കാണുന്നത് കുഞ്ഞ് ഒരു കുട്ടിയുടെ രൂപം, അത് മാറി ഭീമാകാരമായ രൂപമായി മാറി. വാമനൻ 1-ാമത്തെ അടി കൊണ്ട് എവിടെ അളക്കുന്നു? ഭൂമി അളന്നു. 2-ാമത്തെ അടി അളക്കുന്നതോടുകൂടി ആകാശവും പാതാളവും അദ്ദേഹം അളന്നെടുക്കും. പിന്നെയും സ്ഥലം ബാക്കി. ഇനി കുറച്ചുകൂടി അളക്കാനായിട്ട് ബാക്കിയുണ്ട്. ഇനി എന്താ ചെയ്യാന്ന് ചോദിക്കും. അപ്പോൾ മഹാബലി പറയാണ്, എൻ്റെ തലയിലെ കാല് വെച്ചോളൂ, ഇനി അതുകൂടിയല്ലേ ബാക്കിയുള്ളൂ. അങ്ങനെ ദാനധർമ്മിഷ്ഠനായ മഹാബലിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ വാമനൻ അത് ചെയ്യാനായി ഒരുങ്ങുന്നു. അതിനു മുന്നേ മഹാബലിയോട് ചോദിക്കുകയാണ്,
അങ്ങേക്ക് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന്. അപ്പൊ മഹാബലി പറയുന്നതാണ്, ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ എൻ്റെ പ്രജകളെ ഒന്ന് കാണാൻ വരണം. എനിക്ക് അവരെ അത്രമാത്രം ഇഷ്ടമാണ്. എനിക്ക് അവരെ ഒന്ന് കാണാനായിട്ട് വരണം. അതിനുള്ള അനുവാദം ആര് കൊടുക്കുന്നു? വാമനൻ കൊടുക്കുന്നു. അങ്ങനെ മഹാബലി തൻ്റെ പ്രജകളെ കാണാനായി വരുന്ന ദിവസമാണ് നമ്മൾ ഓണമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ മഹാബലിയുടെ വരവിന് വേണ്ടി നമ്മൾ 10 ദിവസം അതിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിക്കും. അത്തം 10 ഓണം എന്നാണ് പറയുന്നത്. അത്തം തൊട്ട് 10 ദിവസം നമ്മൾ പൂക്കളമിട്ടും ഓണത്തിൻ്റെ ആഘോഷങ്ങൾ ആരംഭിക്കുന്നു. ഡ്രസ്സുകൾ വാങ്ങുന്നു, പിന്നെ ഓണത്തിന് വേണ്ടിയുള്ള കളികൾ ഒരുക്കുന്നു, ഭക്ഷണ സാധനങ്ങൾക്കായിട്ടുള്ളത് നമ്മൾ ചെയ്യുന്നു. അങ്ങനെ ഓണം നമ്മൾ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു. കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണ് പറയുന്നത്. അപ്പം എല്ലാ മതസ്ഥരും ഒരുമിച്ച് നിന്ന് ആഘോഷിക്കുന്ന ഉത്സവമാണ് ഓണം. അപ്പോൾ ഓണത്തെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലോ? ഓണത്തിൻ്റെ ഐതിഹ്യം നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായില്ലോ? മനസ്സിലായി അല്ലേ? പാഠഭാഗം മാം ഇന്ന് എടുക്കുന്നില്ല, നാളെ എടുക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾ പദ്യം ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഒന്ന് വായിച്ചു നോക്കൂ. അടുത്ത ദിവസം മാം നന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ന്യൂ വേർഡ്സ് മാത്രമേ മാം ഇന്ന് തരുന്നുള്ളൂ. ആ ന്യൂ വേർഡ്സ് എഴുതിയെടുക്കണം, പിന്നെ കോപ്പി ബുക്ക് എഴുതണം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി.